ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിന്ന് കോമിക് ബാങ്കിന്റെ ഫൈനൽ എപ്പിസോഡ് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈക്ക് സോനോട് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ ചെന്നിട്ട് സോനോട് ചോദിക്കുന്നത്, നീ നാളെ ബ്ലാക്കിനിങ് ചെയ്യാൻ വരുമോ എന്നാ. നശിപ്പിച്ച് നൈറ്റ് ആയിട്ട് നമ്മളെ ഹീറോക്ക് ഉറക്കമേ വരുന്നില്ല. സോനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പഴത്തേക്ക് ജെയിംസ് അങ്ങോട്ട് വന്നിട്ട്, നീ എന്താ കിടക്കാത്തേന്ന് ചോദിക്കുമ്പോ, എടാ ഞാൻ നിന്നോട് കാര്യം പറയാം, പക്ഷെ നീ ആരോടും പറയരുത്. എന്താ? എനിക്ക് സോനെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ജെയിംസ് അത് കേട്ടിട്ട് കാഷ്വലായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. നീ എന്താ ഞെട്ടാത്ത? ഞാനെന്തിനാ ഞെട്ടുന്ന? നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് മുന്നേ മനസ്സിലാത്ത, പക്ഷെ അത് നിനക്ക് ഇപ്പഴാ മനസ്സിലായത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അവർക്ക് നിന്നോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫീലിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എടാ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കറക്റ്റ് ആയി ഹെൽപ്പ് ചെയ്യാമോ? അതിനെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. ഫസ്റ്റ് നീ മഴയത്ത് കൊട പിടിക്കണം, പിന്നെ അവളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് സൈക്കിളിൽ പോകണം, പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്തയാ, അതെല്ലാം കോമിക്കിന് വേണ്ടി മാത്രമാന്നേ ഉള്ളൂ. എന്റെ ലവിന് വേണ്ടി ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ പിറ്റേ ദിവസം നമ്മൾ സോനെ കാണാൻ വേണ്ടി ഒരു ഫ്ലവറുമായിട്ട് ചെല്ലുന്നുണ്ട്. അവക്കത് കൊടുക്കാൻ നേരം അവളാണെങ്കിൽ, എന്താ ഇനി ഫേക്ക് വഴി വെച്ച് പറ്റിക്കാൻ നോക്കുവാണോ എന്നും പറഞ്ഞ സോ ആണെങ്കിൽ ഈടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. എടി എടി വിടടി, ഇത് ഊരിപ്പോ, ഇത് ഒറിജിനൽ കൈയാ. ആദ്യത്തെ പ്ലാൻ ഓക്കെ. ഇനി രണ്ടാമത്തെ പ്ലാൻ, മഴയത്ത് കൊട പിടിക്കണം. അങ്ങനെ രണ്ടെണ്ണം കൂടെ കൊടയും പിടിച്ച് ഗ്രൗണ്ടിലൂടെ നടക്കുന്നുണ്ട്. കോമഡി എന്താന്ന് വെച്ചാൽ, മഴയും ഇല്ല വെയിലും ഇല്ലാത്ത ഒരു മൈൽഡ് ക്ലൈമറ്റ്. അപ്പൊ രണ്ടെണ്ണം കൂടെ കൊടയും പിടിച്ചടക്കുന്ന, ചുറ്റുമുള്ളവരെല്ലാം ഒരുമാതിരി നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്ലാൻ ഓക്കെ ആക്കിയേ പറ്റൂന്ന് പറഞ്ഞ് പിന്നെയും മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇന്ന് മഴ പെയ്യാൻ പോകുന്നില്ല, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയിനെയും കൊണ്ട് ഒരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വന്നേക്കുക. രണ്ടെണ്ണം കൂടെ പഴയ കാലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മഴയത്ത് കൊടയും പിടിച്ചു വരുന്നുണ്ട്. അപ്പഴത്തേക്കും ഡയറക്ടർ ഓടി വന്ന് കട്ട് പറയുന്നുണ്ട്. രണ്ടെണ്ണം കൂടെ എന്തു പോയി കാണിക്കുന്ന? ഇവിടെ ആൾക്കാരെ അടിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് ഓടിപ്പോണം, പിന്നെ എന്തിനാ ഇങ്ങനെ നടന്നു വരുന്ന? നിങ്ങൾ പറയുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇവളുമായിട്ട് ഈ കൊടയും പിടിച്ച് ആ റോഡിന്റെ അറ്റം വരെ നടക്കാനുള്ളതാ. ആരാ നീ എന്താ ഞാൻ പറയുന്ന കേൾക്കാത്തേന്നും പറഞ്ഞ ആ ഡയറക്ടർ നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയതുകൊണ്ട് സൈക്കിളെങ്കിലും കൊണ്ടുപോയി അവളെ കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് സോനെ നിർബന്ധിച്ച് സൈക്കിൾ ഓട്ടാൻ കൊണ്ടുപോകുന്നുണ്ട്. ക്യാമ്പസിന്റെ ഉള്ളിൽ സൈക്കിൾ ഓട്ടാൻ പാടില്ലല്ലോ, നമ്മളായിട്ട് എന്തിനാ ഈ റൂള് ബ്രേക്ക് ചെയ്യുന്ന? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഈ സോനെ കൊണ്ട് നേരെ സൈക്കിൾ ഓട്ടാൻ പോകുന്നുണ്ട്. അവരങ്ങനെ സൈക്കിൾ ഓട്ടി വരുമ്പോ നേരെ വന്ന് ചാടുന്നത് സെക്യൂരിറ്റിയുടെ ഫ്രണ്ടില്. സെക്യൂരിറ്റി കണ്ട സീനാവുമെന്നും പറഞ്ഞ് ഹീറോ തിരിച്ച് സൈക്കിൾ ഓട്ടുന്നുണ്ട്. അപ്പം സോന് ഹീറോയുടെ പോക്കറ്റിൽ നിന്ന് ഇവനിട്ട എല്ലാ പ്ലാനിന്റെയും ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നെന്ന് സോന് മനസ്സിലായി. അത് ആലോചിച്ച് ചിരിച്ചുകൊണ്ട് വരുന്ന സോ നേരെ വന്ന് ചാടുന്നത് ജെയിംസിന്റെ മുന്നില്. എനിക്കറിയാം നീ ഇപ്പൊ ഈ ആലോചിച്ചാ ചിരിച്ച. അവന്റെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാ. ഇനിയിപ്പം ഈ എന്നോട് ഫീലിങ്സ് ഉണ്ടോ? അവനെ പ്രപ്പോസ് ചെയ്യാനാണ് നോക്കിയിരുന്നല്ല. എന്റെ കാര്യം ഈ കാര്യം ജെയിംസ് അറിയാതെ. ഇവനൊരു പൊട്ടന്, കോളേജ് ഫുള്ള് പറഞ്ഞു നടക്കും. അങ്ങനെയൊന്നുമില്ല, എല്ലാം കോമിക്കിന് വേണ്ടിയാ ചെയ്തത്, അത് നിനക്കും അറിയാലോ. പിന്നെന്താന്നും പറഞ്ഞ് സർ ജെയിംസിനെ ഒന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇവിടെ നമ്മളെ ജയുടെ പൂജ കാണാതെ പോയി. അവളാണെങ്കിൽ, ആ പൂജ കാണാതെ പോയത് ഞാൻ കാരണം, ഞാൻ എന്നെ കെയർ ചെയ്തില്ല, അതിപ്പോ എവിടെ പോയി ഏത് പട്ടിയുടെ കടി മേടിക്കുമോ എന്തോന്നും പറഞ്ഞ് നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ ഫിലിക്സ് ആണെങ്കിൽ, നീ എന്തിനാ വിഷമിക്കുന്ന, ഞാൻ നിന്റെ കൂടില്ലേ, ഞാൻ ആ പൂജ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞ് ഒരു പൂജ കണ്ടുപിടിക്കുന്ന മിഷീനൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ ആ പൂജയുടെ പേരിറങ്ങും. അങ്ങനെ രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെ ആ പൂജ കണ്ടുപിടിക്കുന്നുണ്ട്. ജയ ആണെങ്കിൽ, ഇത്ര നേരം നിന്നെയാ തപ്പിക്കൊണ്ടിരുന്ന, ഭാഗ്യം നിനക്കൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ ജയ ആണെങ്കിൽ ആ പൂജയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഫിലിക്സിന് ഭയങ്കര ക്യൂട്ടായിട്ടാ തോന്നുന്ന. അപ്പൊ ജയ ആണെങ്കിൽ ഫിലിക്സിന്റെ കയ്യിൽ ഒരു മുറിവ് കണ്ടിട്ട്, അയ്യോ നിനക്ക് ഇത്ര വലിയ മുറിവ് പറ്റിയൊന്നും പറഞ്ഞ് ഒരു ബാൻഡേജ് എടുത്തൊട്ടിച്ച് കെയർ ചെയ്യുന്നുണ്ട്. ലവ് എന്റെ ആയിട്ടില്ല, ഞാൻ യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നത് ജയാന്ന് മനസ്സിലാക്കിയ ഫിലിക്സ് ഒന്നും നോക്കാതെ നമ്മൾ ജയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടികൊള്ളൊന്നും പറഞ്ഞു നിൽക്കുന്ന അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ജയ ഫിലിക്സിനെ കിസ് ചെയ്യുന്നുണ്ട്. സോനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈയിടത്തേക്ക് ജെയിംസ് വരുന്നുണ്ട്. എന്താടിയാ, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഐഡിയ ഒന്നും വർക്കൗട്ട് ആയില്ലേ? എന്റെ വേറെ ഐഡിയ ഉണ്ട്, പറയട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവന്റെ അടുത്ത് ഐഡിയ ചോദിച്ചാൽ മൊത്തത്തിൽ കുളവാകും. അലയാ, നീ എന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവാതെ നിനക്കൊരു ഓൺലൈൻ ഫ്രണ്ട് ഇല്ലേ, ആ കൊച്ചിനെ ഒന്ന് തപ്പി കണ്ടുപിടിക്കാൻ നോക്ക്. നീ നിന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവാതെ ആ കൊച്ചിനെ പോയി കണ്ടുപിടിക്കുന്നു പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവരുടെ ഗ്യാങ്ങിലാകപ്പാടെ കമ്മിറ്റഡ് ആയത് നമ്മൾ ഫിലിക്സ് മാത്രം. അവന്റെ അടുത്ത് ഐഡിയ ചോദിക്കാനായിട്ട് ഹീറോ ചെല്ലുന്നുണ്ട്. എടാ ഫിലിക്സേ, നീ ഇപ്പോഴല്ലേ കമ്മിറ്റഡ് ആയത്? നീ എങ്ങനെ ജയെ പ്രപ്പോസ് ചെയ്ത് ഈ ബലൂണും റോസും ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊണ്ട് പറഞ്ഞുതരാൻ ഹീറോ പറയുമ്പം ജെയിംസ് ആണെങ്കിൽ, ഞാൻ അത്രയ്ക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല, എന്റെ മനസ്സിൽ തോന്നിയ കാര്യം കറക്റ്റ് ടൈമിൽ പറഞ്ഞു. സീനിയർ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കറക്റ്റ് ടൈമിൽ പറഞ്ഞാൽ മതി, അപ്പൊ എല്ലാം സെറ്റ് ആവും. ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് എനിക്ക് ലവ്ലിയെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അവളോട് ജസ്റ്റ് ഒരു ആരാധന മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ജയോടാ ഇഷ്ടം. എടാ പൊട്ടാ, അപ്പൊ നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ? എന്ത് ജയ തന്നെയാടാ ലവ്ലി? എന്തോന്ന്? അവൾ എന്താ എന്നോട് ഇത് പറയാത്തതെന്നും വന്ന് ജയോട് ചോദിക്കാൻ വേണ്ടി ഫിലിക്സ് ജയ എടുത്തോട്ട് ഓടിപ്പോകുന്നുണ്ട്.
നീ ആ ലവ്ലിന്ന് എന്താ എന്നോട് പറയാതിരുന്ന? ഞാനത് നിന്നോട് പറയാനായിട്ടിരുന്ന. ഇതിപ്പോ ഏത് കുരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചമ്മന്തിയാക്കുമെന്ന് പറഞ്ഞ് ജയ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആക്ച്വലി ഞാൻ കരുതിയത് നീ എന്റെ ഒറിജിനൽ ക്യാരക്ടർ ലവ് ചെയ്യണമെന്ന്. ലവ്ലി എന്നുള്ളത് എന്റെ വേറൊരു സൈഡാ. എന്റെ ഒറിജിനൽ ക്യാരക്ടർ ജയ് നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുമല്ലേ. അതാ ഞാൻ നിന്നോട് പറയാന്. ഇവിടെ ജയ ആണെങ്കിൽ ഫിലിക്സും ജയും കൂടെ റിലേഷൻഷിപ്പിലായ കാര്യം സോനോട് പറയുമ്പം കുഴപ്പമില്ലല്ലോ, അവൻ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ തന്നെ നീ അവനെ കിസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ നീ പണ്ടേ ധൈര്യശാലിയാ. എന്റെ കാര്യം ഇനി എന്താവോ എന്തോന്ന് സോ ടെൻഷൻ ആവുമ്പോ എടി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ഗേൾസ് ഫസ്റ്റ് മൂവ് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ നീ അവനെ പ്രപ്പോസ് ചെയ്യും. ജയുടെ മോട്ടിവേഷൻ കേട്ട് നമ്മൾ സോ ആണെങ്കിൽ ഹീറോയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നുണ്ട്. വരും ഇവിടെ നിങ്ങൾ കറക്റ്റ് പ്ലേസിലാണ് വന്നിരിക്കണം. ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ ക്രഷ് ഉറപ്പായിട്ട് എസ് പറയും. പക്ഷെ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, എന്റെ വീട് വരെ പണയം വെച്ച് പൈസ വരുമെന്നും പറഞ്ഞാണ് നമ്മൾ സോ ഇരിക്കുന്നത്. സോ ഹീറോയ്ക്ക് ഫോൺ ചെയ്യുമ്പോ അവനാണെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ കോൾ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോ സോ ആണെങ്കിൽ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്, അത് ഞാൻ പറയുന്നേക്ക്. ഞാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ അവിടെ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയക്കുന്നുണ്ട്. സോ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഹീറോ അവിടെ വരുമ്പോൾ ഒരു പെണ്ണാദ്യം വന്ന് വയലിൻ വായിക്കുന്നുണ്ട്. അതിനുശേഷം കേക്കും കട്ട് ചെയ്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാനാണ് സോന്റെ പ്ലാൻ. പക്ഷെ നമ്മൾ ഹീറോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വന്നിട്ട് നിങ്ങൾ എന്താ വരാത്ത, ടൈം ആയില്ലെന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. 8 മണിയാവാൻ 2 മിനിറ്റ് ഉള്ളപ്പം ഹീറോ സോന്റെ കൈയും പിടിച്ച് വലിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ആക്ച്വലി സുവൻ എന്താ പറയാനുള്ളത് കേൾക്കാതെ ഹീറോ അവളെ വിളിച്ചോണ്ട് പോയത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അവനെ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ബലൂണൊക്കെ വെച്ച് ബാനറി ഐ ലവ് യു സുവൻ എന്നൊക്കെ എഴുതി എല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കാൻ നേരം ഹീറോക്ക് അവന്റെ എഡിറ്ററിന്റെ കയ്യിൽ നിന്ന് കോള് വരുന്നുണ്ട്. സുവനോട് കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ നിന്നെ പിന്നെ മീറ്റ് ചെയ്യാം, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞു ഹീറോ പോകുമ്പോ സോ ആണെങ്കിൽ അവൻ എന്തിനിപ്പൊ ഇവിടെ കൊണ്ടുവന്ന പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയായിരിക്കോ. കൊച്ചു നന്നായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട്. ഇവിടെ അതേസമയം ആ സൈക്കോപാത്തിക് ക്യൂൻഹയാണെങ്കിൽ നമ്മളെ ഹീറോയുടെ എഡിറ്ററെ ഫയർ ചെയ്ത് കറക്റ്റ് സമയത്ത് ഹീറോ കോമിക് അയച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞ് അത് ചോദിക്കുകയും ചെയ്താൽ നമ്മളെ ഹീറോയെ ആ സൈക്കോപാത്തിക് ക്യൂൻഹി ഫയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഹീറോ കുറച്ച് ദിവസമായിട്ട് കോളേജിൽ പോകുന്നില്ല. ഹീറോയിൻ വിളിച്ചു നോക്കിയിട്ടും അവൻ കോൾ എടുക്കാത്തതുകൊണ്ട് അവരെല്ലാം കൂടെ ഹീറോയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ഒരു കയറ് കിടക്കുമ്പോ ജെയിംസ് ആണെങ്കിൽ ഈ ആരോ കിഡ്നാപ്പ് ചെയ്തതാ ക്യാഷിന് വേണ്ടി, ദാ ഇവിടെ കയറൊക്കെ കിടക്കുന്നില്ലേ. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ആണെങ്കിൽ വിളിക്കുമ്പോ അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തോണ്ട് ഇപ്പൊ വീട്ടിലോട്ട് വന്നേക്കുവാ. ആ കുൻഹി എന്നെയും എന്റെ എഡിറ്ററിനെ ആ കവനിന്ന് പറഞ്ഞു കിട്ടും. ഇത് കേട്ടതും നമ്മളെ സോനും ജെയിംസനും സീനിയറിനും ഒക്കെ വിഷമാവുന്നുണ്ട്. കാരണം അവരും കൂടെ ചേർന്നല്ല ആ കോമിക്കിന് വർക്ക് ചെയ്തത്. നിനക്ക് നമ്മുടെ ഈടെ വീട് അറിയാവോ, എനിക്കിപ്പോ അവനെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ ജെയിംസിനെയും കൊണ്ട് നമ്മളെ സോ നേരെ ഈടെ വീട്ടിലോട്ട് ഇടുന്നുണ്ട്. ജെയിംസ് ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോ സോ ആണെങ്കിൽ എടാ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ആദ്യമായിട്ട് ഈടെ പേരൻസിനെ കാണാൻ പോകുന്നത്, അവർ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. മുന്നേ ആരാ ഇരിക്കുന്നതെന്ന് പോലും നോക്കാതെ സോ ആണെങ്കിൽ ആന്റി എങ്കിൽ സുഖമായിട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് നന്നായിട്ട് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ ഈടെ ബ്രദറായിരുന്നു. ഓവറായിട്ട് ആക്ട് ചെയ്യണ്ട, അച്ഛനും അമ്മയും പുറത്തു പോയേക്കുവാ. ശരി, നിന്റെ ചേട്ടന്റെ മുറി എവിടെയാന്ന് സോ ചോദിക്കാൻ നേരം ജെയിംസ് ആണെങ്കിൽ ഈയുടെ മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ? നീ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യണ്ട, ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നീ ഇല്ലാതെ എന്റെ ലൈഫ് ഒരുമാതിരി ആവുന്നുണ്ടെന്ന് പറയുമ്പോ അതെ ഒരുപാട് ഡയലോഗ് ഉണ്ട്, ചേട്ടൻ അവിടെ ഇല്ല. നീ എന്താണ് ഇത് നേരത്തെ പറയുന്നേ, എല്ലാം വിട്ടുവിട്ടാണോ പറയുന്നതെന്നും പറഞ്ഞ് നമ്മൾ സോ ഈയുടെ മുറി കയറുന്നുണ്ട്. അതെല്ലാം നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ജീനിയസ് ആണെന്ന് തോന്നുന്നു. ക്ലാസ് ടോപ്പേഴ്സിനുള്ള എല്ലാ അവാർഡും അവന്റെ റൂമിലുണ്ട്. അത് മാത്രമല്ല കുറെ കോമിക് കളക്ഷനും ഉണ്ട്. അവനെ പോലെ തന്നെ അവന്റെ റൂം നീറ്റാന്ന് സോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഹീറോ വരുന്നുണ്ട്. സോനെ കണ്ടത് നമ്മളെ ഈ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. നീ എന്താ ഇവിടെ, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതെല്ലാം വേസ്റ്റ് ആയി പോയി, ആ കുൻഹി എന്റെ ലൈഫ് ഫുള്ള് സ്പോയിൽ ചെയ്തു എന്ന് മുന്നേ നമ്മളെ ഹീറോ ഡൗൺ ആവുമ്പോ നീ എന്തിനാ വിഷമിക്കുന്ന, ഞാൻ നിന്റെ കൂടെ ഇല്ലേന്നും പറഞ്ഞാൽ നമ്മളെ ഹീറോയിന് ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, നമ്മളെ ഹീറോയ്ക്ക് സുവന്റെ ഡാൻസ് കണ്ട് പെട്ടെന്ന് മോട്ടിവേഷൻ കയറി ഉറപ്പായിട്ട് ആ കുൻഹിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്നു ഹീറോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഹീറോയുടെ പേരൻസ് വരുന്നുണ്ട്. നമ്മളെ സോ ആകെപ്പാടെ ശമ്മി പോകുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കുളവായല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഈടെ പേരൻസും അതിന് പോലെ തന്നെയാണ്. മോളെ നീയല്ലേ സോ, നീ ഇവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്തെങ്കിലും ചെയ്താൽ ക്യൂഹിക്കിട്ട് ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് ഫാമിലി ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഹീറോയുടെ അമ്മയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവന്റെ കോളനി ചെന്ന് അവനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു പരത്താൻ പറയാം. അങ്ങനെ അവനെ കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് കേട്ട് അവൻ ലാസ്റ്റ് പോയി സൂസൈഡ് ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നീ വായും കൊണ്ടൊന്നും മിണ്ടാതിരിക്കോ, നിന്റെ ഐഡിയ നിന്റെ മുഖം പോരാനുണ്ട്. എന്റെ കൊച്ചിനോട് ഇത്രയും ചെയ്തിട്ട് നിനക്ക് ഈ ഐഡിയ ആണോ പറയാൻ തോന്നിയത്? വേറെന്തെങ്കിലും ഐഡിയ പറയാരെങ്കിലും. നമ്മൾ എന്തിനാ ഇപ്പൊ കിൻഹയെ കുറിച്ച് ആലോചിക്കുന്ന? ഹീറോ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ. അവൻ സ്വന്തമായിട്ടൊരു കോമിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തന്നെ ആ കിൻഹയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി. സോ അങ്ങനെ അവളുടെ ഐഡിയ പറയുമ്പം ഹീറോ ആണെങ്കിൽ എങ്ങനത്തെ കോമിക്ക് ചെയ്യാനാ? ഗേൾ കോമിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതല്ലേ, അപ്പൊ വെറൈറ്റി ഏതെങ്കിലും തീമി വേണം ചെയ്യാൻ. അപ്പൊ ഹീറോയുടെ ബ്രദർ അവൻ വരയ്ക്കുന്ന ആ മാർഷൽ ആർട്ട് തീമിലുള്ള കോമിക്ക് കാണിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ
ജെയിംസ് ആണെങ്കിൽ നീ ഈ കോമിക്ക് വായിക്കാറുണ്ടോ? ഞാനും ഈ കോമിക്ക് വായിക്കാറുണ്ട്, ഞാൻ ഇതിന്റെ വലിയ ഫാനാന്ന് പറയുമ്പോൾ സോയും കൂടെ ഇവരെന്നാണ് പരസ്പരം ഇവരാണ് ഓൺലൈൻ ഫ്രണ്ട്സ് എന്ന് അറിയാൻ പോകുന്നതെന്നും പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. എന്നെ നീ ഒരു കോളേജ് തീമിലുള്ള കോമിക്ക് വരയ്ക്കാൻ ഹീറോയുടെ അച്ഛൻ പറയുമ്പോ അച്ഛൻ ഓൾറെഡി അത് വരച്ചുകൊണ്ടിരുന്ന എന്നെ എല്ലാരും ഒന്ന് തനിയെ വിടുന്നു പറഞ്ഞ് ഹീറോ പുറത്തിറങ്ങി പോകുന്നുണ്ട്. സോ ഹീറോയെ ഫോളോ ചെയ്ത് വന്നിട്ട് നീ ഒരുപാട് പ്രഷർ അയക്കാതെ നിനക്ക് തോന്നുന്ന കാര്യം നീ ചെയ്യും. ഞാൻ എപ്പോ ഡൗൺ ആയാലും നീ മാത്രം എന്റെ കൂടെയുള്ള സോ ഇപ്പൊ തന്നെ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഈ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പഠിച്ചതും വളർന്നതും സ്കൂളിലൊക്കെ പോയതും നിനക്ക് എന്റെ സ്കൂൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുവനെ കുട്ടി നേരെ സ്കൂളിലോട്ട് പോകുന്നുണ്ട്. സ്കൂളിൽ ചെന്നതും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന് നമ്മളെ ഹീറോയെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എടാ മോനെ, നിനക്ക് സുഖമാണോ? കുഞ്ഞിലെ ഹൈറ്റ് ഉള്ളതുപോലെ നിനക്ക് ഇപ്പോഴും നല്ല ഹൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോയും സുവനെയും സ്കൂളിനകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. കൊള്ളാലോ, ആ സെക്യൂരിറ്റി അങ്കിളിനെ ഇപ്പൊ തന്നെ ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എങ്ങനെ ഈ കോമിക്സ് വരയ്ക്കാൻ തുടങ്ങിയതും? ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഹൈറ്റ് ഉണ്ടായോണ്ട് എന്നെ സ്പോർട്സ് ക്ലബിലൊന്നും ചേർക്കത്തില്ലായിരുന്നു. ആർട്സ് ക്ലബില് എന്റെ ഹൈറ്റ് ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങി. ഞാനും കുഞ്ഞിനെ നിന്നെ പോലെ തന്നെയായിരുന്നു. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ക്ലബിലും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ ഹൈറ്റിനുള്ള പാർട്ട്ണറെ കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാൻ പോയി ആർട്സ് ക്ലബിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിന്റെ ഫീൽഡ് ഗേൾ കോമിക്സാ, നീ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നില്ലേ, നീ നിന്റെ കൈ കൊണ്ട് വരയ്ക്കാതെ ഗ്രാഫിക്സ് യൂസ് ചെയ്ത് പിക്ചേഴ്സ് വരയ്ക്കുക. അത് മാത്രമല്ല, നിന്റെ പിക്ചേഴ്സിലെ കളേഴ്സ് യൂസ് ചെയ്യും. നീ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ എപ്പോഴും പിക്ചേഴ്സ് വരയ്ക്കുന്നത്. നിന്റെ ഫാൻസ് നീ വരയ്ക്കുന്ന കോമിക്സിനെ കളർ ചെയ്ത് ഓരോ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞേ ഹീറോയിൻ ആ പിക്ചേഴ്സ് ഒക്കെ ഈക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ എന്ത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറോ ടെൻഷൻ ആകുമ്പോ ഇതിന് റെഫറൻസിന് വന്നേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? മെയ്ഡ് ക്യാരക്ടറിന് റെഡ് കളർ മുടിയാണ് മാച്ച് ആവുന്നത്, ഈ കളർ ചേരത്തില്ല. അടുത്ത സീനില് നമ്മളെ ഹീറോയുടെ ഫാമിലി അവനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എടാ മോനെ, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം, നമ്മളെ സ്വന്തക്കാരൊക്കെ അവിടെ ഉള്ളതാ, അവരൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യും. അമ്മയാണെങ്കിൽ എടാ നീ കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്കണേ, ഒന്നും കഴിക്കാതെ ഇപ്പൊ എന്തോരുവായി. അനിയനാണെങ്കിൽ എടാ ചേട്ടാ നീ ഉറപ്പായിട്ട് നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മളെ ജെയിംസ് ഇമോഷണൽ ആവുന്നുണ്ട്. എനിക്കും ഇത് കണക്കത്തെ ഒരു ഫാമിലി ഇല്ലല്ലോ, എനിക്കും കൂടെ ഒരു ഹഗ് എന്നും പറഞ്ഞ് അവൻ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഹഗ് ചെയ്തിട്ട് എടാ പെട്ടെന്ന് പോകുന്നും പറഞ്ഞ് അകത്ത് കയറി പോകുന്നുണ്ട്. അടുത്ത സീനിൽ അവരെല്ലാം പ്ലാൻ ചെയ്ത കണക്ക് തന്നെ കോമിക്കെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാ അതിന് നല്ലൊരു ടൈം നോക്കി അപ്ലോഡ് ചെയ്യാൻ നിൽക്കാൻ നേരം അങ്ങോട്ടേക്ക് ലൂഡോവും ജയും കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് അവർ കാഷ്വലായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാരും കൂടി ഈ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ജയ ആണെങ്കിൽ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് വിടുന്നുണ്ട്. ആദ്യം അവരെല്ലാം ടെൻഷൻ ആയെങ്കിലും പിന്നീട് അത് കണ്ട് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. തുടക്കത്തിൽ നമ്മളെ ഹീറോയ്ക്ക് 2-3 വ്യൂസേ കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് അവൻ ഡൗൺ ആകുമ്പം നമ്മൾ തുടക്കത്തിൽ പെട്ടെന്ന് കയറി ക്ലിക്ക് ആവത്തില്ല. ലൈഫിൽ ഒരു ഡൗൺ ഉണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് ഒരു അപ്പ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ സോ ഈ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഹീറോയുടെ കോമിക്കിന് 2ാമത്തെ ചാപ്റ്ററിന് വേണ്ടി കുറച്ച് ഗേൾസിനെ പിടിച്ചിരുത്തി അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹീറോ അവരോട് നിങ്ങൾക്ക് എങ്ങനത്തുള്ള ചെറുക്കന്മാരെ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോ നമ്മളെ ലൂഡോ ആണെങ്കിൽ എനിക്കൊരാളെ ഇഷ്ടാ, അയാൾ പുറമേ കാണാൻ ഭയങ്കര ചൂടനാണെങ്കിലും ഉള്ളിലൊരു കൊച്ചുകുട്ടിയെ പോലെ. അത് മാത്രമല്ല അവൻ നന്നായിട്ട് ആക്ട് ചെയ്യും, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമെന്ന് ലൂഡോ പറയുമ്പോ ഇതെല്ലാം നമ്മളെ സീനിയർ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അവക്കും എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് സീനിയർ മനസ്സിലാവുന്നുണ്ട്. ലൂഡോ സീനിയറിന് വേണ്ടി കേക്കൊക്കെ ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന മുന്നേ സീനിയർ അത് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇത് കഴിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുന്ന എനിക്ക് തോന്നുന്ന, അതൊന്നുമല്ല സീനിയർ, അതിൽ ചെറുതായിട്ട് ആൽക്കഹോൾ ഇട്ടിട്ടുണ്ട്. അത് കേട്ടത് സീനിയർ ടപ്പേന്നും പറഞ്ഞ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കില്ലൂടോ, എനിക്ക് ഇപ്പഴാ മനസ്സിലായത് നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. എനിക്ക് നിന്നോട് സ്റ്റാർട്ടിങ് തൊട്ടേ ഫീലിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ നല്ലൊരു ആക്ട്രസ് ആക്കണം, അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് സീനിയർ നമ്മളെ ലൂഡോനെ കിസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ബോധം കിട്ട അവളുടെ ഷോൾഡറിൽ തന്നെ വീഴുന്നുണ്ട്. ഈ ലൂഡോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഫൈനലി കമ്മിറ്റഡ് ആവുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മളെ ഹീറോയുടെ കോമിക്ക് നന്നായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്, ഒരുപാട് വ്യൂസും കിട്ടുന്നുണ്ട്. ഒരു കമ്പനി നമ്മളെ ഹീറോയുടെ കോമിക്കിനെ സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ എഡിറ്ററായിട്ട് വരുന്നത് നമ്മളെ ഹീറോയുടെ പഴയ എഡിറ്ററും. നമ്മുടെ ഹീറോക്ക് ഒരു കോമിക് ഇവന്റിലോട്ട് ഇൻവിറ്റേഷൻ കിട്ടുമ്പോ അവിടെ വെച്ച് സുവനെ പ്രപ്പോസ് ചെയ്യാന്നും പറഞ്ഞ് എല്ലാരോടും ഐഡിയ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജെയിംസ് ആണെങ്കിൽ എന്തിനാ നീ വിഷമിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളില്ലേ. ഇവിടെ ആണെങ്കിൽ സീനിയർ ലൂഡോനോട് എല്ലാ സത്യം പറയുന്നുണ്ട്. ഞാൻ ഹീറോയുടെ കോമിക്കിലെ ഒരു അസിസ്റ്റന്റ്, ഈ ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാനാ വരച്ചത്, നിന്നോട് ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, ഐ എം സോറി എന്ന് പറയുമ്പം ലൂഡോ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് എന്തെങ്കിലും കാരണം കാണും എന്നും പറഞ്ഞ് ആ കോമിക്കൊക്കെ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫീലിങ്സും ജയും കൂടി അടിയിട്ടേക്കുക. ജയ പറയുന്നത് അവനാണെങ്കിൽ ഇപ്പൊ എന്റെ ഗെയിമിന്റെ പാസ്വേഡ് മാറ്റി വെക്കുക, ഞാൻ നൈറ്റ് ഉറങ്ങുന്നില്ലെന്നാ അവന്റെ പരാതി. പണ്ടൊക്കെ എന്റെ ലൈഫ് എന്റെ റൂൾസ് എന്ന് പറഞ്ഞിരുന്ന ഞാനാ. എടി അവൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ല പറയുന്ന, അവൻ പറയുന്നത് കൂടെ നീ കേക്ക്. പണ്ട് ഫിലിക്സിനെ ടോർച്ചർ ചെയ്തോണ്ടിരുന്ന ജയ ഇപ്പൊ ഫിലിക്സ് ആണ് ടോർച്ചർ ചെയ്യുന്നത്. ഫിലിക്സ് അങ്ങോട്ട് വരുമ്പം ജയ അവന് മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഫിലിക്സ് ഓടിപ്പോയി ഐഡിയ ചോദിക്കുന്നത് ജെയിംസിനോട്. ജെയിംസ് ആണെങ്കിൽ നമ്മളെപ്പ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയയും ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഓപ്പോസിറ്റ് ആയിട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എടാ നമ്മളൊന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങള്
തലേ കയറി നിരങ്ങും. നീ അതുകൊണ്ട് അങ്ങോട്ട് പോയി സോറി വയ്ക്കണ്ട, അവൾ ഇങ്ങോട്ട് വന്ന് സോറി വയ്ക്കട്ടെ. ഫിലിക്സ് ആണെങ്കിൽ ജെയിംസിന്റെ അടി കിട്ടിട്ട് നിങ്ങൾ സൂപ്പറാ സീനിയർ എന്നും പറഞ്ഞ് ജെയിംസിനെ പൊക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജയ് ആണെങ്കിൽ ഫിലിക്സ് ഒരു സോറി ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാനൊന്നും നിന്നോട് സോറി വയ്ക്കത്തില്ല, നിനക്ക് വേണമെങ്കിൽ എന്നോട് സോറി വയ്ക്കുന്ന പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് കോമിക് ഫെസ്റ്റിവലിന്റെ അന്നാണ് കാണിക്കുന്നത്. ഫിലിക്സിന് ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റത്തില്ല. സീനിയർ ആണെങ്കിൽ എനിക്ക് ഡ്രാമ ക്ലബിൽ കുറച്ച് ജോലിയുണ്ട്, എന്നാലും കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തും. ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ്. അവിടെ ഒരു മൗണ്ടൈന്റെ ഒരു ലേക്ക് ഉണ്ട്. അതില് ബോട്ടില് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ എഴുതി വിട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ നടക്കും. ഹീറോയും സോങ് കൂടെ അത് ചെയ്തോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരാൾ വന്ന് അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ കൊള്ളാമോ? ആ നന്നായിട്ടുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് ഹീറോയും സോങ് ചോദിക്കുമ്പം ഈ ഫോട്ടോ ഞങ്ങൾക്ക് തരാവോ? അതിനെന്താ തരാലോ, നിങ്ങളൊരു 600 രൂപ തന്നാ മതി. എന്തെന്നാ 600 രൂപയോ? അത്രയൊന്നും തരാൻ പറ്റത്തില്ലെന്ന് സോ പറയുമ്പോൾ തന്നെ നമ്മൾ ഹീറോ ആ പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് നീ കാണിച്ചെന്നുള്ള രീതിയിൽ സോ ഹീയെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രോഡാ, കപ്പിൾസിന്റെ ഫോട്ടോ എടുത്താ അവരെ പറ്റി ജീവിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് എന്തോ ഓക്വേർഡ് പോലെ ആവുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും സുവിന് ഒരു സൈക്കിൾ ഇടിക്കാൻ വരുന്നുണ്ട്. നമ്മളെ ഹീറോ അവളെ പെട്ടെന്ന് കൈ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൈ പിടിച്ച് രണ്ടുപേരും കൂടെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്തെങ്കിലും സംസാരിക്കുന്നു. ഒന്നും സംസാരിക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ ലൂഡ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ ഫോട്ടോ എടുത്ത് സീനിയർ അയച്ചു കൊടുക്കുന്നത്. സീനിയർ ലൂഡോ ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ജെയിംസ് ആണെങ്കിൽ അവനും ജെയിം തമ്മിലുള്ള പ്രോബ്ലം പറയുന്നുണ്ട്. എടാ ലവില്ല, ആരും വലുതും ചെറുതൊന്നുമില്ല, പരസ്പരം കോംപ്രമൈസ് ചെയ്തേ പറ്റൂ, ഒരു സോറി അല്ലേ നീ ചോദിക്കുക എന്നും പറഞ്ഞ ലൂഡോ ആയിട്ട് പിന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ സീന, അപ്പൊ നിങ്ങളും ലൂഡോ കമ്മിറ്റഡ് ആയോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫിലിക്സും ജയോട് സോറി ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ട്. അവളും വലിയ പാരഗ്രാഫ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് എപ്പോഴും ക്ഷമിച്ചു, ഞാൻ ഇന്ന് മൗണ്ടൈനിലൊക്കെ പോയി, അവിടെ വെച്ച് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്ത്, ഞാനും നിന്നെ മിസ് ചെയ്തെന്നും പറഞ്ഞ് ജെയിംസും മെസ്സേജ് ഇടുന്നുണ്ട്. എന്നിട്ട് ഫിലിക്സ് ജയോടുത്ത് സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളെ ഹീറോയുടെ ഇവന്റ് സ്റ്റാർട്ടായി. ഫൈനലി നമ്മളെ ജെയിംസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഹീറോയുടെ ബ്രദറാണ് അവന്റെ ഓൺലൈൻ ഫ്രണ്ട് എന്നോ. അപ്പൊ അവനെ പോലെ ഇരിക്കുന്ന ഒരു ബൊമ്മയുടെ ഫോട്ടോ അവനെ അയച്ചു കൊടുത്തിട്ട് ഇത് കാണുന്ന എന്നെ പോലില്ലേ, ഞാനിപ്പോ നിന്റെ ചേട്ടന്റെ ഇവന്റ് നിൽക്കുവാന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് അപ്പൊ ഞാൻ ഇത്രയും നാളും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജെയിംസിനോടായിരുന്നു ഒന്നും പറഞ്ഞ ആ ചെറുക്കൻ ഷോക്ക് ആവുന്നുണ്ട്. ഇവിടെ നമ്മളെ ഹീറോ അവന്റെ ഫാൻസിന് നല്ലൊരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വേദി നിൽക്കാൻ കാണും ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്റെ ജീവിതത്തിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കോമിക്ക് പോലും എഴുതത്തില്ലായിരുന്നു. ഞാൻ എത്ര ഡൗൺ ആയാലും ആ വ്യക്തിയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ വ്യക്തിയെ എന്റെ വേറൊരു പാതി തന്നെ പറയാം. അപ്പൊ നമ്മളെ ജെയിം ലൂഡോയും കൂടി നമ്മളെ സോനോട് അത് നിന്നെ കുറിച്ചാ പറയുന്നത്, ഇപ്പൊ നിന്നെ അവൻ പ്രപ്പോസ് ചെയ്യുന്ന പറയുമ്പോ ആക്ച്വലി നമ്മളെ ഹീറോ ഇതെല്ലാം വന്നത് അവന്റെ എഡിറ്ററിനെ കുറിച്ചാണ്. ലാസ്റ്റ് എപ്പിസോഡായി. ഇനി എപ്പോഴാ ചെറുക്കാൻ നീ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? നമ്മളെ ഹീറോ ആരാ മോൻ, അവനൊരു അടിപൊളി പ്രപ്പോസൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോയിന്റെ കുറെ പിക്ചേഴ്സ് വരച്ചിട്ട് അവളെ ഒരു റൂമിൽ കണ്ടു എന്നിട്ട് നീ എന്റെ ലൈഫിലോട്ട് ബ്ലാക്കിനിങ് അസിസ്റ്റന്റ് ആയിട്ടാ വന്നത്, പക്ഷെ ഇപ്പൊ നീയാ എന്റെ ലോകം. അത് മാത്രമല്ല ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് ഒരുപാട് നാൾക്ക് മുമ്പാ. അപ്പൊ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മളെ സുവന്റെ ഫസ്റ്റ് ഡേ തന്നെ അവൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടാണ് കോളേജിൽ ചെല്ലുന്നത്. എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുന്ന സുവ നോക്കാൻ നേരം നമ്മളെ ഹീറോ ലേറ്റ് ആയിട്ട് ഒരു ജാക്കി ചാനെ പോലെ കോളേജിന്റെ മുതലിരിക്കുന്നു. എന്താ മോളെ ലേറ്റ് ആയോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളെ സുവനെ ഒക്കെ അപ്പുറത്താക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് കോളേജ് കട്ട് ചെയ്യാനിട്ടിരുന്നേ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും ഇപ്പൊ വന്നു. അതുകൊണ്ട് നീ എനിക്ക് നിന്റെ ബോധരാവോ? ഞാൻ ഈ ബോസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ വെക്കാൻ. അതിനെന്താന്നും പറഞ്ഞ് നമ്മുടെ സുവ അവളുടെ ബോയ് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോ വരച്ച ആ മെയ്ഡ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ ഹീറോയിനെ ഇൻസ്പയർ ആയി വരച്ചതാണ്. എന്റെ ലൈഫില് മെയ് ആവാൻ നിനക്ക് പറ്റുമെന്നും പറഞ്ഞ് നല്ല ക്യൂട്ടായിട്ട് ഹീറോ സുവന് പ്രപ്പോസ് ചെയ്യുമ്പോ അവള് യെസ് പറഞ്ഞ് അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിനാണ് ദ കോമിക് ബാങ്ക് എന്ന ഈ ചൈനീസ് ഡ്രാമ എൻഡ് ആവുന്നത്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്തതായി കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ഫാന്റസി ഹൊറർ ഡ്രാമയാണ്. അതുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.